ഞാൻ ചന്ദ്രൻ മാഷ് അധ്യാപനായിരുന്നു. അധ്യാപനാവണതിനൊപ്പം തന്നെ ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് കിട്ടിയ ജ്ഞാനബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃഷിയും ഭക്ഷണവും ഗ്രാമജീവിതമൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ഉൾക്കൊള്ളുകയും അത് ഇതേവരെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. പ്രകൃതിയെ ഒരമ്മയെക്കാൾ നന്നായിട്ട് സ്നേഹിക്കണം. എത്രണ്ട് നമ്മളെ ആഴത്തിൽ സ്നേഹിക്കുന്നു അത്രയും കൂടുതലായിരിക്കും അതിൻ്റെ റിട്ടേൺ. ആഹാരം, വ്യായാമം, ആനന്ദം ഇവ സമം ചേരുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ കിട്ടുന്ന സുഖത്തെക്കാൾ മറ്റൊരു സുഖം മറ്റൊന്നിലും ഇല്ല. ഞാൻ ഒരു ഭക്ഷണ കൃഷിക്കാരനാണ്. 10 ഏക്കറിൽ നെൽകൃഷിയുണ്ട്. അത് തവിട് കളയാത്ത അരിയാക്കി ആർക്കാണോ ആവശ്യിച്ചാൽ അവർക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു 4 പതിറ്റാണ്ടായി ജൈവകൃഷി ചെയ്യാണ്. പ്രകൃതിയെ, മണ്ണിനെ, മറ്റ് സസ്യജാലങ്ങളെയും പരസ്പര പൂരകമായി വായിച്ചു കൊടുത്തുകൊണ്ട് ലളിതമായ രീതിയിൽ എങ്ങനെ മണ്ണിൽ നിന്ന് ഭക്ഷണം പുറത്തെടുക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി 4 പതിറ്റാണ്ടായി നെൽകൃഷി മുതൽ എല്ലാ കൃഷിയും, ഭക്ഷണ ജീവിതത്തിൻ്റെ എല്ലാ കൃഷികളും ചെയ്തു വരും. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ഭക്ഷണത്തിൻ്റെ പ്രതിരോധം കൂടിയായിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുനടക്കുന്നത്. ധൈര്യമായിട്ട് പറയാം, 2 കാര്യം: മണ്ണും ശരിയാവും, മനുഷ്യനും ശരിയാവും, ആരോഗ്യം ശരിയാവും. ഈ മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ മുണ്ടകൻ കൊയ്താൽ മൂക്കിന് നേരെയാണ് വഴി. കുമരൻ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കൂടെ നടക്കുകയാണെങ്കിൽ പകുതി സമയം കൊണ്ട് സ്കൂളിലെത്തും. കാരണം കണ്ടം ക്രോസ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. കണ്ടം കൊയ്ത്ത് തുടങ്ങിയാൽ അന്നുള്ള പ്രതീക്ഷ എന്താ വെച്ചാൽ ഉത്സവമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. അതിലിടയ്ക്ക് കൊയ്ത്തും മെതിയും കളയിറക്കും എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി കറ്റ വെച്ച് 3-ാം ദിവസം കൊയ്ത് മെതിച്ച് കാറ്റത്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അത് റെഡിയാക്കി വൈക്കോല്, പിന്നെ വൈക്കോല് തല്ലലായി. മനസ്സിലായി, ഞങ്ങൾ കുട്ടികളാണെങ്കിലും ഞങ്ങൾക്കുള്ള കോല് വേറെ ഉണ്ടാവും, വൈക്കോല് തല്ലില്ല. മകരം 28 അച്ചാറൽമുളി എന്ന് പറയും, ഭൂമിയുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് വെള്ളരി കുത്തി. ഈ വെള്ളരിയാണ് ഇനി ഞങ്ങളുടെ ഒരു ഏപ്രിൽ മാസത്തെ ആകുമ്പോഴത്തിന് വിളവെടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൃഷി പ്രാക്ടീസ് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ പ്രാക്ടീസ് അല്ല. ട്രഡീഷണൽ കൃഷി അറിവുകളെ ആനുകാലിക സാധ്യതകൾക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്തുള്ളൊരു പ്രാക്ടീസ്. ഒക്കെ പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു 2 ഏക്കർ സ്ഥലത്ത് വെള്ളരിക്ക് ഉണ്ടാക്കുമ്പോൾ കുടം കൊണ്ട് മുക്കി നനയ്ക്കും ആദ്യത്തെ 10 ദിവസം. കാരണം വെള്ളരി മണ്ണിട്ട് ചാലാവുന്നത്. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രൈ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഒരു പ്രാവശ്യം നനച്ചാൽ പിന്നെ 9 ദിവസം കഴിഞ്ഞ് നനയ്ക്കും. അതിൻ്റെ അർത്ഥം കാലത്തിനനുസരിച്ച് ഇത്തരം ഗ്രാമ അറിവുകളെ റീഫൈൻ ചെയ്തെടുക്കുക. ഒരു ഹോം സ്റ്റേഡിൽ ഭക്ഷണമില്ല എന്ന് പറയാത്ത വിധം നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. മാത്രമല്ല, ഞങ്ങളത് ചെയ്യുക മാത്രമല്ല, ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു ഹോം സ്റ്റേഡ് വേണമെങ്കിൽ ഒരാൾക്ക് സംഘടിപ്പിക്കാൻ വേണ്ട എല്ലാ സാങ്കേതികമായ പ്രായോഗികമായ അറിവുകൾ കൊടുക്കും. ഇതിനൊന്നും ആരും ഒരു 5 പൈസ പ്രതികാരം തരണം. നിങ്ങൾ സന്തോഷമായിട്ട് ആരോഗ്യപൂർണ്ണമായി ജീവിക്കുന്നു എന്നുള്ള അറിവ് മാത്രമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വിത്തുകളടക്കം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഒരാളിപ്പോൾ ഞങ്ങൾ അരി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആര് വന്നാലും 80% തവിടുള്ള നാട്ടരികൾ ലഭിക്കും. പ്രമേഹം ഉണ്ടാവില്ല, ഉറപ്പ്, ഗ്യാരണ്ടി. അതുപോലെ പ്രഷർ വരില്ല. കാരണം ഈ മണ്ണിലൊന്നും കഴിഞ്ഞ 40 കൊല്ലമായിട്ട് യൂറിയ, പൊട്ടാഷോ, രക്താതി സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഒരു കെമിക്കലും പ്രയോഗിച്ചു. ഈ പശുക്കളുടെ ചാണകം, മൂത്രം, കുറച്ച് കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ഒഴികെ വേറെ ഒന്നുമില്ല. രോഗം തരുന്ന വെളുത്ത ചോറ്. എങ്ങനെയാണ് ഈ വെളുത്ത ചോറ് ഇങ്ങനെ ഇത്രയധികം ഭക്ഷിച്ച് വ്യായാമം ഇല്ലാതിരുന്നിട്ട് നമുക്ക് പ്രമേഹ രോഗികളുണ്ടാകും? അപ്പോൾ അതും കൂടിയൊക്കെ അറിഞ്ഞുള്ള ഒരു ജീവിത ഭക്ഷണ ക്രമങ്ങളെ തിരിച്ചു പിടിക്കലാണ് ഞങ്ങളുടെ കൃഷി. ഇതാണ് നമ്മുടെ തവളക്കണ്ണൻ. എന്താ പ്രത്യേകത വെച്ചെങ്കിൽ 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ നാട്ടുവിത്തുകൾക്കൊക്കെ കാലാനുസൃതമായി പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഹൈബ്രിഡായിട്ടുള്ള ഇപ്പോൾ പുതിയ വർഗ്ഗസങ്കരണ വിത്തുകൾക്കില്ല, കഴിവില്ല. അത് എന്ന് പറഞ്ഞാൽ ഇത് മുണ്ടകം, അതായത് വിരിപ്പ് 1-ാം വിളയിൽ ഇതിന് മൂപ്പ് കൂടുതലാണ്. 2-ാം വിള ഇപ്പോൾ അതായത് 1-ാം വിള എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ജൂൺ മാസത്തിൽ നട്ടിട്ട് സെപ്റ്റംബർ മാസത്തിൽ കൊയ്യുകയാണെങ്കിൽ അന്ന് ഇതിന് മൂപ്പ് 120 വരും. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ നട്ടിട്ട് ഡിസംബറിൽ കൊയ്യുകയാണെങ്കിൽ 100 ദിവസമേ വേണ്ടു. അപ്പോഴത്തേന് എല്ലാം റെഡി. എന്താ ഇതിൻ്റെ സവിശേഷത പറഞ്ഞാൽ ഇതിന് ഒരു കറുത്ത പുള്ളി ഉണ്ടാവും. ഇതിൻ്റെ അരിയിൽ B വിറ്റാമിൻ റിച്ചാണ്. കുട്ടികൾക്കൊക്കെ വായ്പുണ്ടാണ് പറഞ്ഞാൽ ആ തവളക്കണ്ണൻ്റെ അരി ചോറ് വെച്ചാൽ മതി ഇനി കുറച്ച് ദിവസം എന്ന് പറയും. അതിൻ്റെ അർത്ഥം ആരോഗ്യവും ഭക്ഷണവും തമ്മിലുള്ള പാരസ്പര്യം, കൊല്ലത്തിനും പരിഹാരം പ്രകൃതിയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. പിന്നെ മാത്രമല്ല, ഈ വിത്തുകളൊക്കെ പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല, മരിച്ചു പോയ മാതിരിയാണ്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇത്തരം വിത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊന്നും ഈ നന്മകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. മകരം വല്ലാത്തൊരു സന്തോഷമുള്ള കാലമാണ്. ഇപ്പോൾ പയറ് വിതയ്ക്കുക. ഞങ്ങളിപ്പോൾ ഇപ്പോഴും ആ പ്രാക്ടീസ് നിർത്തിയിട്ടില്ല. അതാണ് ഇന്ന് പയറ് വിതയ്ക്കുകയാണ്. ഇനി ഇത് വിഷുവിനുള്ള പ്രതീക്ഷയാണ്. ഒരേക്കറിൽ 40 കിലോ മുതൽ 50 കിലോ വരെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ളതാണ് പയർ. അതിൻ്റെ നൊഡ്യൂൾസിൽ അത് ഫിക്സ് ചെയ്യാൻ റൈസോബിയം ഫിക്സ് ചെയ്യാൻ കഴിവുള്ള. അപ്പോൾ പയർ വിതയ്ക്കുമ്പോൾ പയർ കിട്ടുന്നു, ഒപ്പം അടുത്തൊരു വിളയ്ക്ക് വേണ്ടി മണ്ണിനെ തയ്യാറാക്കുക. ഇതാണ് ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ. മണ്ണിൽ നിന്ന് എന്തെടുക്കുന്നുവോ അതിന് ആനുപാതികമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാഭം എന്ന് മാത്രം പോകുമ്പോൾ മണ്ണ് ഊഷരമായി മാറും. വാസ്തവത്തിൽ മണ്ണ് ഉർവരമാകുമ്പോഴാണ് മനുഷ്യൻ ഉർവരമാകും. അവർ തിരിച്ചത് നമ്മുടെ ഭരണകർത്താക്കൾക്ക് വരെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു സ്ഥലത്തെ മണ്ണ് കേടുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ വെള്ളം കേടുന്നു, വായു കേടുന്നു, മനുഷ്യൻ കേടുന്നു, ചരാചരങ്ങൾ കേടുന്നു. അപ്പോൾ അതിനെ നിലനിർത്താനുള്ള ഒരു ശ്രമം അവിടുത്തെ മുഴുവൻ സമ്പന്നതയും നിലനിർത്തുന്നതിന്. അപ്പോൾ റീസൈക്ലിംഗ് എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പാടത്തിന് ആവശ്യമില്ലാത്ത വൈക്കോലിൻ്റെ ഭാഗങ്ങൾ നമ്മൾവാൾ പറഞ്ഞ മാതിരി ഈ അടി മണ്ണിനും നടുമാടിനും തല വീടിനും കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം തലഭാഗം പറഞ്ഞാൽ നെല്ല് നമുക്ക് ഭക്ഷിക്കാനുള്ള, മാടിന് കൊടുക്കുക പറഞ്ഞാൽ നടുഭാഗം മാടിന് കൊടുക്കുക പറഞ്ഞാൽ മാട് അത് ചാണകമായിട്ട് വീണ്ടും ഇവിടെ തന്നെ തരും. ബാക്കി കുറച്ച് ഭാഗം മണ്ണിലെ ബാക്ടീരിയകൾക്ക് തിന്നാനുള്ളത് ഇവിടെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സൈക്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ എന്നും നിലനിൽക്കുള്ളൂ. ഞങ്ങൾ പുതയിടുക എന്നുള്ളതാണ് പറമ്പിൽ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ നമ്മുടെ വേസ്റ്റ് ഉണ്ടോ അത് മുഴുവൻ മണ്ണിന് കൊടുക്കുക. കാരണം നമ്മുടെ ഗ്രാമ കർഷകർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ മണ്ണിലെ കാർബണെ പിടിച്ചു നിർത്താനും കുറേ കാർബണിനെ മണ്ണിൽ തന്നെ സൂക്ഷിക്കാനും കഴിയും. അതിനും കൂടി അന്തരീക്ഷത്തിലേക്ക് പോകാത്ത വിധത്തിൽ വരികയാണെങ്കിൽ അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തെയും പ്രകൃതി വ്യവസ്ഥയെയും അന്തരീക്ഷ വ്യവസ്ഥയെയും പരസ്പര പൂരകമായിട്ട് സഹായിക്കും. ഈ തിരിച്ചറിവും കൂടി ആവണം നമ്മുടെ കൃഷി എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ എന്ത് കിട്ടുന്നു എന്നല്ല, നാളെ എന്ത് കിട്ടും, മറ്റന്നാൾ എന്തൊക്കെ നഷ്ടപ്പെടാതിരിക്കും. നാളെ കിട്ടുന്നതും മറ്റന്നാൾ നഷ്ടപ്പെടാത്തതും കൂടിയാണ് നമ്മുടെ മൂല്യം. അപ്പോൾ നെൽകൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കാണണം. കാരണം ഇത് എവർലാസ്റ്റിംഗ് സസ്റ്റൈനബിൾ പ്രാക്ടീസ്. മനുഷ്യനുള്ളിടത്തോളം കാലം ഭക്ഷണം കഴിക്കണം, അത്രയും കാലം വായു നിലനിൽക്കണം, അത്രയും കാലം മണ്ണും വെള്ളവും നിലനിൽക്കണം. മണ്ണ് കെടുന്ന വെള്ളം കെടുവരും. ഇതാണ് എൻ്റെ കുളം. എൻ്റെ എന്ന് പറയുന്നത് പോലും ശരിയല്ല. നമ്മളുടെ എല്ലാ പക്ഷികൾക്കും കിളികൾക്കും ഇവിടെയുള്ള എല്ലാ ജീവികൾക്കും വന്ന് വെള്ളം കുടിക്കാനുള്ള സ്പേസ്. അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു 32 കൊല്ലത്തെ സർവീസിൽ എനിക്ക് കിട്ടിയ PF ആണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ്. അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ. 365 ദിവസം 2 ആളിൽ ഉയരത്തിൽ കുറയാത്ത വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിൻ്റെ എല്ലാവിധ ശൈഥില്യങ്ങളും മാറി ഒരു ഉന്മ വരും. അപ്പോൾ കുളം, വയൽ, തണ്ണീർത്തടങ്ങൾ ഇതൊക്കെ ഉള്ള പാരസ്പര്യമാണ് ഈ ഭൂമിയുടെ സഹനതയുടെ അടിസ്ഥാനം. ഭൂമി എത്ര കണ്ട് സഹിക്കും എന്നുള്ളത് ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ജീവികൾ തമ്മിലുള്ള ആ ഒരു പാരസ്പര്യം അത് തന്നെയാണ് അവിടുത്തെ റെസിസ്റ്റൻ്റായ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കിട്ടിയ പാർട്ട്ണർ ഇതിനോട് ചേർന്ന ഒരു കാർഷിക കുടുംബത്തിൻ്റെ സ്ട്രക്ചറിനെ ഇതുമാതിരി മനസ്സിൽ സൂക്ഷിക്കുന്നത് മാത്രമല്ല, ചെടികളോടുള്ള അടങ്ങാത്ത ഒരു അഭിനിവേശം കൂടി അവർക്കുണ്ട്. അപ്പോൾ അത്തരം ഒരു ഊർജ്ജമുള്ള ആളെ കൂടെ കിട്ടി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ കാർഷിക പ്രാക്ടീസ് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇത്രയും സുതാര്യമായിട്ട് തുടരാം. നമുക്ക് ഈ മണ്ണിലേക്കൊണ്ട് ഇറങ്ങിയാൽ പൂർണ്ണ ഊർജം തരുന്നതാണ് ഈ ചെടികൾ. അപ്പോൾ നമ്മുടെ ഈ തോട്ടത്തിൽ ഒരു 100 ചില്ലാൻ ചെടികളുണ്ട്. അതിൽ ഭൂരിഭാഗവും ഔഷധ ചെടികളും ഫലവൃക്ഷങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് പൂമ്പാറ്റകളുടെ ഒരു അധിനിവേശ സ്ഥലമാണ് ഇവിടെ. പൂമ്പാറ്റകൾ ഒരു 60ഓളം പൂമ്പാറ്റകൾ ഒരു 3 മണിയായാൽ ഇവിടെ കാണും. പൂമ്പാറ്റകൾക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ ഫീഡും അവർക്ക് ആവശ്യമായ കുഞ്ഞുങ്ങളെ വളർത്താനും മുട്ടയിടാനും പ്യൂപ്പയ്ക്ക് തിന്നാനുമുള്ള ചെടികൾ വേണം. അത്തരം ഒരുപാട് ചെടികൾ നമ്മളിവിടെ വളർത്തി വരുന്നുണ്ട്, സംരക്ഷിച്ചു വരുന്നുണ്ട്. കുറേ ഔഷധ ചെടികളുണ്ട്. ചിറ്റരത്ത, ആടലോടകം, പൂവരശ്, പിന്നെ കടുത്രയം, ചുക്ക്, മുളക്, തിപ്പലി. അതിൽ തിപ്പലി തന്നെ 2-3 വെറൈറ്റി തിപ്പലി ഉണ്ട്. ബംഗ്ലാ തിപ്പലി, നോർമൽ തിപ്പലി, പിന്നെ കുരുമുളകിനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തിപ്പലി ഉണ്ട്. ഒരിടയ്ക്ക് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു മുള്ളാത്ത. മുള്ളാത്ത പറഞ്ഞാൽ വളരെ നല്ലൊരു ഔഷധമാണ്, പഴമാണ്, അതോടൊപ്പം തന്നെ ഒരു പച്ചക്കറിയാണ്. അതിൻ്റെ കായ്കൾ, ചെടിയിൽ ധാരാളം കായ്കളുണ്ടാവും.
ഒരു കീടവും ആക്രമിക്കാത്തൊരു ചെടിയാണത്. നമ്മൾ നട്ടിട്ട് പോന്നാൽ മതി, അതിൻ്റെ മുകളിൽ ധാരാളം കായ്കളുണ്ടാവും. പച്ചയ്ക്ക് പൊട്ടിച്ച് നമുക്ക് ഉപ്പേരി വയ്ക്കാം, കറി വയ്ക്കാം. പഴുത്താൽ അത് നല്ലൊരു പഴം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ മൈസൂരി, പൂവൻ, കുന്നൻ, അതുപോലെ തട്ടയില്ല കുന്നൻ, അതുപോലെ ചെങ്കതളി, പിന്നെ റോബസ്റ്റ, അത് നെടുനേന്ത്രൻ, സാധാരണ നേന്ത്രൻ, മഞ്ചേരി ലോക്കൽ, അങ്ങനെ ഒരു 12ഓളം വാഴ വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഈൽഡ് തരുന്ന കോസ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ റോബസ്റ്റയാണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 1.5 മീറ്ററുണ്ട് ഒരു കൊല. അത് ഏകദേശം 15-16 പടലകളുണ്ട്. അപ്പോൾ ഒരു കൊലയിൽ 300 പഴം നിർത്തും. അപ്പോൾ ശരിക്കും കഴിഞ്ഞതിലൊക്കെ മൂത്ത് കിട്ടിയാൽ 60 കിലോ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു 40 കൊല്ലക്കാലത്തെ ജൈവ കൃഷി സബരിയുടെ ഒരു സ്റ്റേജാണ് ഈ ഫാം ഹൗസ്. എങ്ങനെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ നമ്മൾ 1 മണിക്കൂർ മെനക്കെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അതിൽ സ്നേഹത്തോടു കൂടി പങ്കുചേരുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം ഒരു 10 സെൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഒരു നാടൻ പശുവിനെ പോറ്റിയാൽ രാവിലെ അതിൻ്റെ പാലുണ്ടെങ്കിൽ പിഴിഞ്ഞെടുത്ത് കുട്ടിക്ക് കൊടുത്ത ശേഷം കുറച്ച് പിഴിഞ്ഞെടുത്ത് അത് സന്തോഷത്തോടു കൂടി മോരായി, തൈരായി, ഭക്ഷണമായി, ആരോഗ്യമായി, ആനന്ദമായിട്ട് ഇത്തരം ഒരു ജീവബന്ധങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കലാണ് ഏറ്റവും ആരോഗ്യകരമായ ജീവിതത്തിനും ചുറ്റുപാടിനും ഏറ്റവും ഉത്കൃഷ്ടമായത്. ആ വാക്ക് ശ്രദ്ധിക്കണം, ഉത്കൃഷ്ടമായത്. കിട്ടാതെ സ്വാഭാവികം. അതാണ് നമ്മൾ ഈ ഹോം സ്റ്റഡി